ഹലോ. അപ്പം ഇന്ന് ഞാൻ പാലട പായസം വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പാലടേൻ്റെ മിക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് പണി തീരുമല്ലോ. ഒരു 20 മിനിറ്റല്ലേ വേണ്ടൂ പായസം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് കേട്ടോ വെച്ചത്. ചുമ്മാ ഒന്ന് ഇപ്പുറത്തേക്ക് വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോഴത്തേക്കുണ്ട് ഒരാൾ ടി വിൻ്റെ ഉള്ളിൽ കയറി. പാല് തിളച്ചു. ഇനി പാലട മിക്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു 20 മിനിറ്റ് ഇരുന്നിട്ട് നന്നായിട്ട് ഇളക്കി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ പായസം റെഡി. അപ്പോൾ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട് ആൾ. ചോറ് കഴിക്കുന്ന ടൈമിലാണ് കേട്ടോ പായസം കുടിക്കുന്നത്. ഞാൻ ചോറ് കഴിച്ചു. നല്ല സാമ്പാറും ക്യാബേജ് വറവും നല്ല മീൻ പൊരിച്ചതും അച്ചാറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഞാൻ നല്ല ചോറ് കഴിക്കുകയാണ് കേട്ടോ. അവൾക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ചോറുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് മോള് അബാക്കസിൻ്റെ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണേ. അപ്പം അടുത്ത ഞായറാഴ്ച അബാക്കസിൻ്റെ സബ് ജില്ലാ എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീറ്റിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് രക്ഷിതാക്കളും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീഷേട്ടൻ റെഡി ആവാൻ വേണ്ടിയിട്ട് അവൾ കാത്തുക്കാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പോവുകയാണ്. എക്സാം കണ്ണൂർ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അതിന് പോകേണ്ട അടുത്ത ഞായറാഴ്ചയാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. അവൾക്ക് അവിടെ കുറച്ച് സമയം ക്ലാസ്സിലുണ്ടാവും. അങ്ങനെ അവർ രണ്ടാളും പോയതിന് ശേഷം ഞാൻ കുറച്ച് പായസം കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി പായസം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് പായസം കുറച്ച് കട്ടിയായിപ്പോയി കേട്ടോ. ചൂടൊക്കെ ആറിയപ്പോൾ കട്ടിയായിപ്പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.